പുളിയന്തുരുത്ത് കലാഞ്ഞി പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമായി മിനി കുടിവെള്ള പദ്ധതി റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. തളിക്കുളം പഞ്ചായത്തിലെ 4, 5 കായലോര വാർഡുകളിലെ ജനങ്ങൾ വർഷങ്ങളായി വാട്ടർ അതോറിറ്റി ശുദ്ധജലത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി പുളിയന്തുരുത്ത് പ്രദേശത്തെ ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പുതുക്കുളത്തെ കിണർ ഉപയോഗപ്പെടുത്തി ശുദ്ധജലം നൽകുന്നതിന് തളിക്കുളം പഞ്ചായത്ത് തീരുമാനിച്ചതിനെ തുടർന്ന് കിണറിലെ വെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ശുദ്ധജല വിതരണത്തിനുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. സർക്കാരിന്റെ വരൾച്ച ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും തളിക്കുളം പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 51 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപയും നഗരസഞ്ചയ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തി 2 വാർഡുകളിലെ ശുദ്ധജലക്ഷാമമുള്ള എല്ലാ പ്രദേശങ്ങളിലും 4 വീടിന് 1 എന്ന നിലയിൽ പൈപ്പ് സ്ഥാപിച്ച് ശുദ്ധജലം എത്തിക്കുന്നതിന് ഏതാണ്ട് 1 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. മോട്ടോർ ഷെഡ് നിർമ്മിച്ച് പമ്പ് സെറ്റ് സ്ഥാപിച്ച് വെള്ളം നേരിട്ട് പമ്പ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഈ പ്രവർത്തനം പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഓവർ ഹെഡ് ടാങ്ക് നിർമ്മിച്ച് ടാങ്കിൽ വെള്ളം നിറച്ച് ആവശ്യാനുസരണം പൊതു ടാപ്പ് സ്ഥാപിച്ച് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള സംവിധാനം സജ്ജമാക്കി. പുളിയന്തുരുത്ത് കലാഞ്ഞി പ്രദേശത്തെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജലക്ഷാമത്തിന് ഇതോടെ പരിഹാരമാവുകയാണ്. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM മെഹബൂബ്, ബുഷറ അബ്ദുൽ നാസർ, MK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കല, വാർഡ് മെമ്പർമാരായ സിംഗവാലത്ത്, വിനയപ്രസാദ്, CK ഷിജി, KK സൈനുദ്ദീൻ, ഷൈജ കിഷോർ, ബിന്നി അറക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ, പഞ്ചായത്ത് AE TJ ജോൺസി, ബ്ലോക്ക് പഞ്ചായത്ത് AXC നയന, വാട്ടർ അതോറിറ്റി AXC ലിറ്റി, AE സജിത തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കർമാർ, അംഗൻവാടി അധ്യാപകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, ഗുണഭോക്താക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രശ്നം അപ്രഖ്യാപിതമായിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയുടെ ഒരിടമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആരുടെയും കുറ്റമല്ല. 2018 അതിഭീകരമായിട്ടുള്ള പ്രളയം നമ്മുടെ ജീവിതത്തിന്റെ സകല സ്വസ്ഥതകളെയും തകർത്തുകൊണ്ട് 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടാകുന്ന വിധത്തിൽ കേരളത്തിന്റെ തലയ്ക്ക് മീതെ പേമാരി പോലെ പെയ്തിറങ്ങിയും പുഴ വഴിമാറി ഒഴുകി വരുന്ന വെള്ളത്തെ സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത സമുദ്രം തിരിച്ചടിച്ചുമൊക്കെ പ്രകൃതിയുടെ ഒരു പ്രത്യേക അവസ്ഥ സംജാതമായപ്പോൾ ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിലപിക്കുകയും നമ്മൾ ആശങ്കപ്പെടുകയും ചെയ്തത് കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വിഭാഗത്തിന്റെ മാത്രം പ്രവചനങ്ങളെ കേട്ടതുകൊണ്ടാണോ നമുക്ക് ഈ അപകടം ഉണ്ടായത് എന്ന് ചിലർ ആശങ്കയോടെയും ചിലർ ബോധപൂർവമായിട്ടുള്ള ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ചോദിച്ചു.